നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ഉജ്ജ്വലമായ വിജയം നേടി നിൽക്കുമ്പോൾ വെൽഫെയർ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ പ്രസാദ് പാലീർ നമുക്കൊപ്പമുണ്ട്. വലിയ പേരുദോഷം കേട്ട് അല്ലെങ്കിൽ ഈ വെൽഫെയർ പാർട്ടിയുമായി സഖ്യം ചേരുന്നു അല്ലെങ്കിൽ ഇത് വർഗീയ ധ്രുവീകരണത്തിനുള്ള ശ്രമം നടത്തുന്നതൊക്കെയാണ് പലപ്പോഴും ആരോപണങ്ങൾ വരുന്നത്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിങ്ങൾ എങ്ങനെ കാണുന്നു ഈ വിജയത്തെ? അതില് CPM ആണ് അത്തരം പ്രചരണങ്ങൾ കേരളത്തിൽ നടത്തിയത്. അവരുടെ കൂടെ BJP ഞങ്ങൾക്കെതിരെ വലിയ ക്യാമ്പയിൻ നടത്തിയത്. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ നമ്മൾ കണ്ടത് BJPയും CPMഉം അഥവാ ഇടതുപക്ഷവും ഒരേ നാരേറ്റീവിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെ സെറ്റ് ചെയ്തത്. വെൽഫെയർ പാർട്ടിക്കെതിരായ പ്രചരണം അതിന്റെ ഭാഗമാണ്. അതിനെയെല്ലാം ജനം പുച്ഛിച്ചു തള്ളി വലിയ തിരിച്ചടി CPMന് കൊടുത്തു എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് നമ്മളോട് പറയുന്നത്. വിഭാഗീയ പ്രചരണങ്ങളും വിദ്വേഷ പ്രചരണങ്ങളും കേരളം അംഗീകരിക്കുകയില്ല എന്ന താക്കീതാണ് CPM ഈ തെരഞ്ഞെടുപ്പിലൂടെ ജനം നൽകിയിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് വിലയിരുത്തുമ്പോൾ വലിയ പ്രയാസത്തോടെയാണ് നമ്മൾ BJPയുടെ 3 സീറ്റിലുള്ള വിജയം കാണുന്നത്. ഞങ്ങളത് പ്രതീക്ഷിച്ചിരുന്നില്ല. തീർച്ചയായും ആ വിജയം BJPയെ പരാജയപ്പെടുത്തുവാനുള്ള ലൈൻ തന്നെയായിരുന്നു ഈ 3 മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ ഞങ്ങൾ സ്വീകരിച്ചത്. പക്ഷേ ഈ വിഭാഗീയ വിദ്വേഷ പ്രചരണങ്ങളുടെ വിഷവിത്ത് പാകി മുളപ്പിക്കാൻ CPM ഉൾപ്പെടെ ശ്രമിച്ചു. അതിന്റെ കൊയ്ത്ത് നടത്തിയിരിക്കുന്നത് BJP ആണ് എന്നതാണ് ഈ 3 സീറ്റിലെ വിജയത്തെ കേരളത്തോട് വളരെ ഗൗരവത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് BJPയുടെ വിജയത്തെ തടയാൻ വിശാലമായ മതനിരപേക്ഷ മുന്നേറ്റം ഉണ്ടായി വരണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. CPM നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്വേഷ പ്രചരണങ്ങൾ കൂടിയാണ് BJPയുടെ ഈ വിജയത്തിന് കാരണമായത് എന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ UDFനുണ്ടായ വിജയം ആഹ്ലാദകരമായി വിലയിരുത്തുമ്പോൾ തന്നെ 3 സീറ്റുകൾ BJPക്ക് ജയിച്ചു കയറാൻ കഴിഞ്ഞു. കേരള നിയമസഭയിൽ അവരുടെ 3 MLAമാരുണ്ടാകുന്നു എന്നത് ഒരു അപകട സൂചനയായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. വെൽഫെയർ പാർട്ടിയുടെ നോമിനിയാണ് പേരാമ്പ്രയിൽ മത്സരിച്ച ഫാത്തിമ തഹലി എന്നായിരുന്നു ആദ്യ ആരോപണം വന്നത്. പിന്നീട് വർഗീയ രീതിയിലുള്ള പല പ്രചാരണങ്ങളിൽ നിന്നും നോമിനി ആയിരുന്നു ഫാത്തിമ. ഇപ്പോൾ ഫാത്തിമ തഹലിയ നല്ല വോട്ടിന് ജയിച്ചല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ UDFന് ഞങ്ങൾ പിന്തുണ നൽകുമ്പോൾ എല്ലാ കാൻഡിഡേറ്റുകളും ഞങ്ങളുടെ കൂടി പിന്തുണയുള്ള കാൻഡിഡേറ്റുകളാണ്. അവർ നോമിനിയാണ് എന്ന സ്വഭാവത്തിലുള്ള വലിയ പ്രചരണങ്ങൾ നടന്നു. അത് ഞങ്ങളുടെ പത്രസമ്മേളനം നടന്ന ശേഷം ആദ്യമായി ആ പ്രചരണം കേരളത്തിന്റെ മുമ്പിൽ തുറന്നുവിട്ടത് മുൻ മന്ത്രി കൂടിയായ അഹമ്മദ് ദേവറോലാണ്. അദ്ദേഹം ഇപ്പോൾ വലിയ പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. പിന്നീട് അത് കേരളത്തിന് മുമ്പിൽ അഥവാ കോഴിക്കോട് തന്നെ പത്രസമ്മേളനം നടത്തിക്കൊണ്ട് എളമരം കരീം പറഞ്ഞു. എന്തിനാണ് എളമരം കരീം പറഞ്ഞത്? അദ്ദേഹത്തിന് പ്രത്യേകമായി TP രാമകൃഷ്ണനെ തോൽപ്പിക്കണമെന്ന പ്ലാൻ ഉണ്ടായിരുന്നോ എന്ന് നമുക്കറിയില്ല. ഏതായിരുന്നാലും ഈ പ്രചരണങ്ങളെല്ലാം CPM നടത്തി. ഞാൻ പേരാമ്പ്ര മണ്ഡലത്തിലെ വോട്ടർ കൂടിയാണ്. അവിടെ വീട് വീടാന്തരം കയറിയിട്ട് വലിയ കുപ്രചരണമാണ് CPM നടത്തിയത്. BJPയെ വെല്ലുന്ന കുപ്രചരണങ്ങൾ നടത്തി. കൗമിലെ കുട്ടിയാണ് എന്ന അനൗൺസ്മെന്റ് നടത്തി. ഇതെല്ലാറ്റിനും ശേഷം കേരളത്തിലെ മറ്റ് മണ്ഡലങ്ങളെ പോലെ തന്നെ പേരാമ്പ്ര മണ്ഡലത്തിലും വലിയ മുന്നേറ്റം, വലിയ വിജയം UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹലിയക്കുണ്ടായി. നോമിനിയാണോ എന്ന ചർച്ച പ്രസക്തമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോമിനിയാണെങ്കിലും വലിയ വിജയമാണ് ഉണ്ടായിരിക്കുന്നത്. ഞങ്ങൾക്ക് പ്രത്യേകമായി ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ വെൽഫെയർ പാർട്ടി ഒരു പങ്ക് വഹിച്ചിട്ടില്ല. അവർ മുസ്ലിം ലീഗിന്റെ ഒരു ലീഡറാണ്, ഹരിതയുടെ ലീഡറാണ്, MSFന്റെ ലീഡറായിരുന്നു. പക്ഷേ നിർണായകമായൊരു വോട്ട് വെൽഫെയർ പാർട്ടിക്ക് പേരാമ്പ്ര മണ്ഡലത്തിലുണ്ട്. ഒരുപക്ഷെ ഞങ്ങളുടെ വോട്ട് അവിടെ നിർണായകമായിട്ടുണ്ട് പല മണ്ഡലങ്ങളിലും പോലെ എന്ന് തന്നെയാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. വളരെ രസകരമായൊരു കാര്യം, ഞങ്ങളുടെ പല തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളും സ്ഥാനാർത്ഥികളൊക്കെ വന്നിട്ടുണ്ട്. സ്വാഭാവികമായി പേരാമ്പ്ര മണ്ഡലത്തിലെ ചെങ്ങരോത്ത് പഞ്ചായത്തിലെ കൺവെൻഷനിൽ ഫാത്തിമ തഹലിയ വരുമെന്നുള്ള പ്രചരണം നടന്നിരുന്നു. അത് മീഡിയ പ്രവർത്തകർക്ക് മുമ്പിൽ എത്തിച്ചത് കോഴിക്കോട് CPMന്റെ ജില്ലാ ലീഡർഷിപ്പാണ്. KT കുഞ്ഞിക്കണ്ണനാണ് FBയിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് ജനങ്ങൾക്കിടയിൽ എത്തിച്ചത്. വലിയ പ്രചരണങ്ങൾ നിങ്ങളുൾപ്പെടെ എല്ലാ മീഡിയ പ്രവർത്തകരും അന്നവിടെ എത്തിയതൊക്കെ ഞങ്ങൾ വളരെ രസകരമായി ഓർമ്മിക്കുകയാണ്. ഏതായിരുന്നാലും അത്തരമൊരു പ്രചരണം എന്തിനാണ് CPM നടത്തിയത്? ആ ലക്ഷ്യം ജനങ്ങൾ അംഗീകരിച്ചില്ല. അഥവാ നോമിനി എന്ന പ്രചരണം നടത്തിയിട്ട് എന്ത് ഇഫക്റ്റാണോ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ CPM ആഗ്രഹിച്ചത് അത് ഫലം ചെയ്തില്ല. പേരാമ്പ്രയിൽ ഫലം ചെയ്തില്ല, കേരളത്തിൽ ഒരിടത്തും ഫലം ചെയ്തില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ വെൽഫെയർ പാർട്ടിയെക്കുറിച്ച് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. അതേപോലെ തന്നെ BJP CPM ഡീൽ എന്ന ആശയം വെൽഫെയർ പാർട്ടി ഉയർത്തുകയും അത്
കോൺഗ്രസ് ഏറ്റെടുക്കുകയും ചെയ്തതാണ് എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു. പലയിടങ്ങളിലും കുറെ കാലമായി ഞങ്ങളെ നാട്ടക്കുറിയായി നിർത്തിക്കൊണ്ട് CPM കുപ്രചരണങ്ങൾ നടത്താറുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന്റെ മറ്റൊരു വലിയ ഫലം അത്തരം യാതൊരു കുപ്രചരണങ്ങളും കേരളം അംഗീകരിക്കുന്നില്ല. മതനിരപേക്ഷമായ പ്രബുദ്ധമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണ് കേരളത്തിലുള്ളത്. CPMന്റെ കുതന്ത്രങ്ങൾ അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് പറയുന്നത്. ആരാണ് മുഖ്യമന്ത്രി ആവണമെന്ന് വെൽഫെയർ പാർട്ടി ആഗ്രഹിക്കുന്നത്? ഞങ്ങളെ മുഖ്യമന്ത്രി ആരാണ് എന്ന ചർച്ചയിൽ ഇടപെടുന്നില്ല. UDF മികച്ച വിജയമാണ് നേടിയത്. UDFനെ ലീഡ് ചെയ്ത ലീഡേഴ്സ്, നിരവധി മുഖ്യമന്ത്രിമാർക്ക് ഇടമുണ്ട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ കഴിയുന്ന നിരവധി ആളുകളുണ്ട് എന്ന സ്വഭാവത്തിലുള്ള ചർച്ചയാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കതിലൊരു കാഴ്ചപ്പാടുണ്ട്. കഴിഞ്ഞ 10 വർഷമായി CPMന്റെ നേതൃത്വത്തിലുള്ള ഇടതുഭരണം കേരളത്തെ അപകടപ്പെടുത്തിയിട്ടുണ്ട്. ആശയപരമായി അപകടപ്പെടുത്തിയിട്ടുണ്ട്. വികസന മേഖലയിൽ അപകടപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങളായ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പലരും പ്രതിസന്ധിയിലായിട്ടുണ്ട്. ജനകീയ സമരപ്രവർത്തകർ വലിയ പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട്. ആശാ വർക്കർമാർ വരെ സമരങ്ങൾ അവഗണിക്കപ്പെട്ടിട്ടുണ്ട്. അതിനേക്കാളെല്ലാം ഉപരി വിദ്വേഷ പ്രചാരകരും വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്നവരുമായ ചില സമുദായ നേതാക്കന്മാർ കേരളത്തിൽ വല്ലാതെ സ്വീകരിച്ച് ആനയിക്കപ്പെട്ടിട്ടുണ്ട്. ഗവൺമെന്റും CPM ഒക്കെ അത് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു അപകടകരമായ നാരേറ്റീവിന്റെ ഭാഗമായിട്ടാണ്. ഈ ആശയമണ്ഡലത്തെ വേരോടെ പിഴുതെടുക്കാൻ കഴിയുന്ന ഒരു മന്ത്രിസഭ കേരളത്തിൽ ഉണ്ടാകണം എന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം. VD സതീശനാണ് പലപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പിന്തുണയുണ്ടോ, അല്ലെങ്കിൽ ഒക്കെ ചോദിക്കുമ്പോഴും ധൈര്യമായി തന്നെ വെൽഫെയർ പാർട്ടിയും ഒക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. VD സതീശൻ തന്നെയാണോ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും യോഗ്യനായ ആളെന്ന് നിങ്ങൾ കരുതുന്നത്? അല്ല, UDFന്റെ ലീഡർഷിപ്പ് എന്ന നിലക്ക് VD സതീശൻ ഞങ്ങളുമായി സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെയും ആശയങ്ങളെയും രാഷ്ട്രീയമായി ഞങ്ങൾ ഉയർത്തിയ പല കാഴ്ചപ്പാടുകളെയും വലിയ അളവിൽ പിന്തുണച്ചിട്ടുണ്ട്. അതിൽ UDFന്റെ ലീഡർ എന്ന നിലക്കാണ് അദ്ദേഹം ആ നിലപാട് ഞങ്ങളുമായി ചേർന്നത്. തീർച്ചയായും അദ്ദേഹം UDFന്റെ ലീഡിംഗ് പൊസിഷനിൽ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാകണോ എന്ന് ചോദിച്ചാൽ അതെല്ലാം UDF ആണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹമാണ് നയിച്ചത് ക്യാബിനെ. ഭരണം കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ വിജയിച്ചില്ലെങ്കിൽ വനവാസത്തിന് പോകുന്ന ധൈര്യപൂർവ്വം പറഞ്ഞ ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം. അല്ലാതെ മറ്റാരാണ്? അല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നതിനെക്കുറിച്ചുള്ള ചർച്ചയിൽ വെൽഫെയർ പാർട്ടി ഇപ്പോൾ ഇടപെടുന്നില്ല. അതേസമയം ഞങ്ങളതിൽ ഉയർത്തിപ്പിടിക്കുന്ന ഒരു കാഴ്ചപ്പാട്, കേരളത്തിലെ ജനം UDFന് വലിയ പിന്തുണ നൽകിയതിന്റെ ഒരു ആശയ പരിസരമാണ്. ആ ആശയ പരിസരത്തെ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ഗവൺമെന്റാണ് ഉണ്ടാകേണ്ടത്. അതിൽ ലീഡർഷിപ്പായിട്ട് UDFിൽ ഏറ്റവും യോഗ്യനായ ആളെ തന്നെ UDF നേതൃത്വം നിയോഗിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. VD സതീശനാണോ? അത്തരം കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ല. അത് ഞാൻ മനസ്സിലാക്കുന്നത് UDF ഉചിതമായ തീരുമാനമാണ് അതിലെടുക്കുക എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആര് മുഖ്യമന്ത്രിയാകണമെന്ന ചർച്ചയിൽ വെൽഫെയർ പാർട്ടി ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും അതാണ് മുഖ്യമന്ത്രിയെ UDF തീരുമാനിക്കട്ടെ. ഒപ്പം ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ തങ്ങളുടേതായ പങ്കുവഹിക്കാൻ വെൽഫെയർ പാർട്ടിക്കും കഴിഞ്ഞു എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.